കാലങ്ങൾക്ക് മുമ്പ് പലസ്തീൻ ഒരു മനോഹരമായ ഭൂമിയായിരുന്നു. മുസ്ലിങ്ങൾ, ക്രൈസ്തവർ, ജൂതർ ഒരുമിച്ച് സമാധാനത്തോടെ ജീവിച്ചിരുന്നൊരു നാട്. എന്നാൽ 1800കളുടെ അവസാനം സയോണിസം എന്നൊരു പ്രസ്ഥാനം അവിടെ ഉയർന്നു. ലോകമെമ്പാടുമുള്ള ജൂതർക്ക് സ്വന്തം രാജ്യം വേണമെന്നൊരു സ്വപ്നം. അവർ തിരഞ്ഞെടുത്ത ഭൂമിയായിരുന്നു പലസ്തീൻ. അന്നത്തെ കാലത്ത് പലസ്തീനികളായിരുന്നു ഭൂരിപക്ഷം. എങ്കിലും കുടിയേറ്റം തുടങ്ങിയതോടെ ജൂതരുടെ എണ്ണം ക്രമേണ വർദ്ധിച്ചു. രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചു. ഹോളോകോസ്റ്റ് 6 ലക്ഷം ജൂതരുടെ കൂട്ടക്കൊല. ലോകം അവർക്ക് കരുണ കാണിച്ചു. 1947 ഐക്യരാഷ്ട്രസഭ പലസ്തീനിനെ 2 ഭാഗങ്ങളാക്കി. ഒന്ന് ജൂതർക്കും, അതായത് ഇസ്രായേൽ. 2 അറബ് പലസ്തീനികൾക്കും. പലസ്തീനികൾക്ക് ഇത് അംഗീകരിക്കാനായില്ല, കാരണം അവരുടെ ഭൂമി പകുതിയിലേറെ നഷ്ടമായി. 1948 ഇസ്രായേൽ രാജ്യം പ്രഖ്യാപിച്ചു. അന്ന് തുടങ്ങിയ ദുരന്തം. ലക്ഷക്കണക്കിന് പലസ്തീനികൾ സ്വന്തം വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ഗ്രാമങ്ങൾ തകർത്തു, ഭൂമി പിടിച്ചെടുത്തു. അങ്ങനെ പല യുദ്ധങ്ങളും തുടർന്നുകൊണ്ടേയിരുന്നു. ഗസ, വെസ്റ്റ് ബാങ്ക്, ജെറുസലം എല്ലാം അവർ പിടിച്ചെടുത്തു. അവിടെ കോളനികൾ പണിതു ഗസയെ മുഴുവനും ഉപരോധിച്ചു. അവിടെയുള്ള ജനങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല. കടലിൽ പോകാൻ കഴിയില്ല. തങ്ങളുടെ നാട്ടിൻ പുറത്തേക്ക് പോകാനും കഴിയില്ല. വായുവിൽ പോലും അവർക്ക് ഭയമായി. എന്നാൽ പലസ്തീൻ ഇപ്പോഴും നിലനിൽക്കുന്നു. കുട്ടികളുടെ ചിരിയിൽ, അമ്മമാരുടെ പ്രാർത്ഥനയിൽ, കലാകാരന്റെ വരകളിൽ. കാരണം ഭൂമിയെ കവർന്നേക്കാം, പക്ഷെ ജനങ്ങളുടെ ആത്മാവിനെ ഇല്ലാതാക്കാനാവില്ല. പലസ്തീൻ